മനുഷ്യന്മാർ ചെയ്തതായിരിക്കുന്ന കുറ്റക്കാരാണ്. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഈ വയനാട് എന്ന് പറയുന്ന നാട്ടിൽ ഏതോ നാട്ടില് എന്തെങ്കിലും കൃഷിപ്പണിയോ മറ്റോ ചെയ്തിട്ട് അവർ ജീവിക്കുന്ന അവരുടെ ജീവനന്റെ വലിയ വസ്തുവാണ്. അങ്ങനത്തെ ഒരു കൂട്ടരെ എന്തിനു നഷ്ടപ്പെട്ടു? അവർ എന്ത് ചെയ്തിരുന്നു? എന്തെങ്കിലും ഒരു കുറ്റം ചെയ്തിട്ടുണ്ടാവും. ആ നാട്ടിൽ ചില ആൾ ചെയ്തിട്ടുണ്ടാവും. വലിയ ഞാൻ പോയിട്ടാണ് ചിലപ്പോൾ റൂമിൽ താമസിക്കാനും പെൺകുട്ടികളൊക്കെ കൊണ്ടേക്ക് വിചാരപ്പുറത്തില്ല ചെയ്യുന്നുണ്ട്. അവർ ചെയ്തതിനെ കൊണ്ട് ഇവരൊക്കെ ചെയ്യുമ്പോൾ താമസിക്കോ? അങ്ങനെ ശിക്ഷിക്കണമെങ്കിൽ ഹൃദയത്തിലുള്ള ഏറ്റവും വലിയ ഒരു ഇതാണ് കുറിച്ച് അവിടെ ആ ഭാഗത്ത് ഹലാക്കാണ്. ഇത് മനുഷ്യർക്കുള്ള പ്രവൃത്തി കൊണ്ട് ഹലാക്കായതല്ല. പിന്നെയോ ഈ ഭൂമിക്ക് ഒരു സിസ്റ്റമുണ്ട്. ഇന്ന് നിനക്ക് നിർത്തിയത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. ഇപ്പൊ 1 മണിക്ക് പൊതുവോതാൻ തുടങ്ങി, ഇപ്പൊ 2 മണിയായി. ഈ 2 മണിയാകുന്ന അവസരത്തിൽ ഞമ്മ ജുമാക്ക് വന്നിട്ട് പൊതുവ തുടങ്ങിയ സ്ഥലത്ത് ഞമ്മ ഉണ്ടാ എന്റെ പേരണ്ട തുടങ്ങിയ സ്ഥലത്ത് ഞമ്മക്കുള്ളതാ 1862 കിലോമീറ്റർ കിഴക്കിന് പടിഞ്ഞാറ് വഴി പോയിട്ടുണ്ട്. അതൊക്കെ അറിവ് ഓത പോയോട്ടെ. എന്തെങ്കിലും നിലാവിൽ നേരത്തെ ഇടപെട്ടത് അങ്ങനെ പോയിരിക്കട്ടെ. ആ പോയോണ്ട ഭൂമി 1 മണിക്കൂറിൽ ഇത്ര കിലോമീറ്റർ ദൂരം പോയില്ലേ. നമ്മളെ ബിൽഡിംഗ് ഒന്നും വീണില്ല. നമ്മൾക്കുള്ള വരകളോ ബിൽഡിങ്ങോ ഒന്നും പോരാതെ അങ്ങനെയുള്ളതോടുകൂടെ പോയി നമുക്ക് അറിഞ്ഞില്ല. ആ സിസ്റ്റം അപ്പാണ് വെച്ചതിൽ ചില ക്രിസ്തുകാരുണ്ടാകും. ആ ഉണ്ടാകുന്ന സമയത്ത് അവിടെ പൊട്ടിക്കാണ്ട് വെച്ച് പോകുന്നു. എന്നതാണ് മനുഷ്യന്മാർ ചെയ്ത തെറ്റിനേക്കുള്ള ശിക്ഷ എന്നതാണ് അത്. അങ്ങനത്തെ വേറെ തിരുവോലക്കാലം കിടക്കത്തിൽ നടക്കുന്ന സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ ഞാനിവിടെ വഴക്ക് പറയട്ടെ പറഞ്ഞ് അങ്ങോട്ട് ഞങ്ങളുടെ കുട്ടി ചെയ്താൽ പിന്നെന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ച ആ സിസ്റ്റത്തിനെ അതിൽ പിന്നെ ഒന്ന് ഒരേവരുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വൽ അസ്രി മിനൽ അംവാലി വൽ അൻഫുസി വൽ തമറാ വബശ്ശിരി സ്വാബിരീൻ അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു പറയുന്നത് വലനബ്ലുവന്നക്കും, നിങ്ങളെ ഞങ്ങൾ പരിശോധിക്കും. പരീക്ഷ ഇനി റിസൾട്ട് അറിയാൻ ആർക്ക് റിസൾട്ട് ഞമ്മക്കെന്നെ കാണിച്ചു തരുന്നത് ഇത് നിങ്ങളെ തെറ്റ്. അതാണ് ഒരനബലുവന്നക്കും, നിങ്ങളെ ഞങ്ങൾ പരിശോധിക്കും. പേടിയിൽ നിന്നിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് പേടി വന്നു പോയാൽ അത് പണി തീർന്നു. പാമ്പ് കടിച്ചിട്ട് കഴിക്കലില്ല. പറയുന്നത് മനസ്സിലാണ്. പാമ്പ് കടിച്ചിട്ട് മരിക്കലില്ല. ആ കടിച്ചത് പാമ്പാണെന്ന് മനസ്സിലായപ്പോഴാണ് മരിക്കുന്നത്. അപ്പൊ പേടി എന്നുള്ളത് ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന സാധനം. ഒന്ന് വിശപ്പ് എന്നുള്ളത് ഒരു മനുഷ്യനെ അള്ളാനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനം വിശപ്പ്. ആ വിശപ്പ് കൂടുതൽ വരുന്ന അവസരത്തിൽ എന്താക്കും നമ്മൾ കട്ട് ചെയ്ത് പറ്റുന്നു. അപ്പൊ നമ്മളെ എത്ര മക്കളുണ്ടായിരുന്നു? എനിക്ക് 4 മക്കള്, 1 മരിച്ചു പോയി. അവർക്കിടാൻ കഴിച്ചത് അവർക്കത് പരിശോധനയാണ്. അതുപോലെ തന്നെ കൃഷിന്റെ രംഗം കൃഷി ഇല്ലാണ്ടായി പോകുന്നത്, സാധനത്തിലേക്ക് വില ഇതെല്ലാം നമ്മളെ പരിശോധിക്കുന്ന സാധനം. എന്തെന്നാണ് പറയുന്നത്? അങ്ങനെയുള്ളതായിട്ട് നമുക്ക് ഇത് അസാധവും മുസീബത്തും അവർക്ക് പറയും മുസീബത്ത്
നമ്മളെല്ലാവരും അപ്പാർട്ടുള്ളവരാണ്. ഞങ്ങളെല്ലാം അപ്പാർട്ടേക്ക് വളർന്നവരാണ്. ഇത് പരിശുദ്ധ ഖുർആൻ ആയത്താണ്. അപ്പൊ ഇത് ഞാൻ ഈ ആയത്ത് ഓതുന്നത് പറഞ്ഞെങ്കിൽ ഈ പള്ളിയിലാണ് ഞാൻ നിക്കാഹ് വെച്ചത്. എന്റെ നിക്കാഹ് ഈ പള്ളി 58 കൊല്ലത്തായി. ഈ പള്ളി കെട്ടിക്കുമ്പോൾ ഓട് പുറത്തിന് ഞാനും ഇവിടുത്ത് നയിച്ചു പോയ പൂക്കരാജും അപ്പൊ ഇസ്മായിൽ ചെറുതാണ്. ഒരിക്കൽ ഓരോ ഓട് നമുക്ക് 3-4 ഓട് കിടക്കണം. എന്നിട്ട് ഈ പള്ളി കെട്ടിച്ചു. ആ പൈസ അന്നത്തെ ചെലവൊക്കെ പൈസ നമ്മളെ ഉമ്മാന്റെ ഒരു സ്വത്ത് കിട്ടി കുറച്ച് പൈസ ബാക്കിയാണ്. ഉപ്പ പറഞ്ഞ് ഞമ്മ അവിടെ ഒരു പള്ളി കെട്ടിക്ക എന്ന് പറഞ്ഞു. ഒന്ന്. രണ്ടാമത്തത് അവിടെ റൂം ഉണ്ടാക്കി ഒരു മുദരിസിനെ വെച്ചിട്ടുണ്ട്. ആ മുദരിസ് ഞങ്ങൾക്ക് കിതാബ് ചെയ്ത് തരാൻ വേണ്ടി. അങ്ങനെ ഈ പള്ളിയിലാണ് എന്റെ നിക്കാഹ് കഴിച്ചത്. ഓർമ്മ. അപ്പൊ ഇപ്പൊ അതെന്ത് പറയാ, അത് ഇതിൽപ്പെട്ടതാണ്. ഞാൻ ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച ജുമാക്കൂടി അവൻ പ്രസംഗിച്ച് പാർട്ടിൽ ഞാൻ മുന്നിലും എന്റെ മകനെ ഡ്രൈവാക്കുന്നു, എന്റെ ഭാര്യയെ പിന്നിലും. അപ്പം വരുമ്പൊക്കെ ഇനി ആ ചരിത്രങ്ങൾ പറഞ്ഞോണ്ട് വരട്ടാണ് അത്. അങ്ങനെ വന്നിട്ട് മണ്ടിയൊക്കെ കാറ് ആവശ്യം നിർത്തിക്കാൻ തിരിഞ്ഞു നോക്കുമ്പോ ഇവരുടെ നോക്ക ഇവരുടെ കിടപ്പുണ്ട്. ഒരു കൈക്കാറ് അറിയേ നീ എത്ര പേര് പൈസ എത്ര പേര് ആര്യന്മാർ എത്ര ഒരാളായാലും നിന്നെ പരിശോധിക്കുന്ന ഇങ്ങനെ എന്ത് ചെയ്യും. 12 മണിക്കാണ് ഇപ്പൊ നന്നായി നല്ല ഉഷാറായി. അവിടെ നേരെ മഹാരാജ കൊണ്ടുവന്ന് അഡ്മിറ്റായി ഓപ്പറേഷൻ ചെയ്തിട്ടായി. ഇപ്പോഴും സുഖമായി 22 ദിവസം. അങ്ങനത്തെ ഒരു മുസീബത്ത് എനിക്ക് വന്നിട്ട് അത് എൻ്റെ സഹോദരന്മാരായ ഞങ്ങളോടും ഈ ചുറ്റുഭാഗത്തുള്ളവരോടും അവിടെ രോഗശിക്ഷയായിട്ട് മുന്നത്തെ ആയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും എൻ്റെ വിഷയം അതാണ്. പിന്നെ ഇവിടെ ഈ പള്ളിയിൽ ചെറുപ്പക്കാർ വന്നിട്ട് സ്ത്രീകൾ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പള്ളിയെടുക്കും ആരെയും മൻ ആമന ബില്ലാഹ് അല്ലാഹുവിൽ ഈമാനായിരിക്കും അവൻ മാത്രമേ പള്ളിയെടുക്കൂ. വൽയൗമിൽ ആഖിർ പരലോകത്തിലും ഈമാൻ ഉണ്ടാവും. ഇപ്പൊ 2 കാര്യത്തിലാണ് കേരളത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടത്. നിരാശവാദികളെല്ലാം ഒന്ന് അമ്പയില്ല, ഒന്ന് പരലോകമില്ല. എനിക്കറിയില്ല ജനങ്ങൾക്ക് മനസ്സിലാക്കിയിട്ട് അമ്പയില്ല എന്നുള്ളതിന് സുഹൃത്താക്കാൻ വേണ്ടി പ്രസംഗിക്കണം ഓരോ ഭാഗത്ത് ആൾക്കാർ. എന്നിട്ട് ചെറുപ്പക്കാരനെ ചിന്തിക്കുന്ന ഈ അമ്പത് അമ്പയില്ലാണ്ട് ഒരു സാധനം ഈ ഭൂമിയിലേക്ക് ഉണ്ടാവുക. അത് ആഹ്റം എന്ന് പറയുന്ന നാടുണ്ട് എന്നുള്ളതും ഒരാൾക്ക് ഇവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കും. പണ്ട് ഒരു ചരിത്രം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കടലിൽ താമസിക്കുന്ന മീൻ, അതേപോലെ ഒരു മീനുണ്ട്, അതുപോലെ തന്നെ വലിയ തവളയുണ്ട്. ഈ തവള വെള്ളത്തിൽ ജീവിക്കും, പുറത്തും ജീവിക്കും. അപ്പൊ ഈ തവളക്ക് നാട്ടിലുള്ള വിഷയങ്ങളിലായി ആ തവള ഭൂമിയുടെ മേലെ വന്ന് താമസിക്കാൻ 1 മിനിറ്റ് കൊണ്ട് സാധിക്കില്ല. വലിയ മീനാണ്, തിമിംഗലം. ആ മീനിന് ഭൂമിയിലേക്ക് താമസിക്കാൻ പറ്റുമോ? അപ്പൊ തന്നെ മരിച്ചു പോകും. അപ്പൊ അതിനോട് സിസ്റ്റം മനസ്സിലാക്കണം. ഇവിടെ ഞമ്മ ശ്വാസം എടുക്കുന്നു, അവിടെ അവിടെ ശ്വാസം എടുക്കാൻ. ഇവിടെ നമുക്ക് ശ്വാസത്തിന് വേണ്ടി ആവശ്യം തന്നെ അവർക്ക് കണ്ണീൻ്റെ ഉള്ളിൽ കൊടുക്കുന്നു. ഓരോ മീനല്ല കപ്പലിന് മുകളിലാക്കുന്ന അങ്ങനത്തെ മീനുണ്ട്. അങ്ങനത്തെ ഏറ്റവും വലിയ മീനിനോട് ഏറ്റവും വലിയ ഒരു തവള ഒരു പ്രസംഗം ചെയ്യും. ഒരു ഉദാഹരണം ഞാൻ ഇതിലേക്കാവില്ല. ഈ മീനിനോട് തവള പറയുന്നത് ഇതാ ചിലപ്പോ നിനക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ബോർഡ് പോലത്തെ സാധനം വരും. അതിനകത്ത്
അതിന് പിന്നീട് ഒരാളുണ്ട്, ഒരാളായിട്ട് വലിയ തലീസ് കുറിച്ചിട്ട് ഒരാളെ ഇത് അങ്ങോട്ട് പോയിട്ട് വെള്ളത്തിലേക്ക് പോയിട്ട് അത് നേരെ പോക്ക് നീ പോയിട്ട് തിന്ന ഉടനെ അവൻ കൂട്ടാവും. അപ്പൊ അവൻ നല്ലതാണ് അങ്ങോട്ട് പോകും. കുറച്ചൊക്കെ പോകുന്ന അവസരത്തിൽ ഇങ്ങനെ വയ്ക്കുന്ന അവസരത്തിൽ ഇത് വിളിച്ചിരിക്കുന്നു. എന്റെ വീട്ടിൽ വിളിച്ചിരിക്കുന്നു. പിന്നെ എനിക്ക് സലാമത്ത് പിന്നെ ഇങ്ങനെ കഷ്ണം പാത്രത്തിലിട്ട് ഉപ്പും മുളകിട്ട് കരക്കിയിട്ട് അതിനെ കത്തിച്ചിട്ട് ചൂടാക്കി തിന്നു എന്ന് ഈ തവള ആ മീനിനോട് പറഞ്ഞാൽ മീന് പറയുന്നത് കിട്ടിയ ഇപ്പൊ ഞമ്മ പറയപ്പെട അതൊക്കെ വിളിച്ചിട്ട് വല്ല കഴിഞ്ഞ് നോക്കുമ്പോഴും പ്രാർത്ഥനയൊക്കെ ഞാൻ പറയുന്നില്ല. അതുപോലെ മീൻ പറയും. കാര്യത്തിന് വിധിയെ കഴിഞ്ഞാൽ സംഭവിക്കലിങ്ങനെ തന്നെ ഓരോ കളിയാക്കി പോകും. ഇങ്ങനത്തെ ഉദാഹരണങ്ങളെ കൊണ്ട് അള്ളാഹുവിന്റെയും പരലോകത്തേക്കുള്ള ഉദൂര്യത്തിന് നമ്മൾ മനസ്സിലാക്കണം. ആ യൂട്യൂബിലെ മക്കളുടെ ബന്ധത്തിന് ശരിക്കും അറിയാത്തവർക്ക് ആരും കാതുകൊള്ളാം. വരുമ്പോ പഴയ കാലത്തുള്ള കിതാബിനെ തന്നെ വായിച്ചുകൊണ്ടായിരുന്നു സഹാബത്ത്. വായിക്കുന്ന അവസരം റസൂലുള്ളാഹിക്ക് ദേഷ്യം പിടിക്കലില്ല. അന്ന് ദേഷ്യം പിടിച്ചത് അഭിഹാരവും ഇതോടാണ് നിങ്ങൾ കൽപ്പിക്കപ്പെട്ടത്. അപ്പൊ നമ്മൾക്ക് പറ്റാത്ത ഒന്നിനെ എനിക്ക് വായിക്കാൻ പറ്റും. അതിനെ വളരെ സൂക്ഷിക്കണം. അതിലിപ്പോ മുസീബത്ത് എന്ന് പറഞ്ഞ് വിചാരിച്ചു പോകണ്ട. ഈ മൊയ്ലാമാതി എന്ന് പറയുന്ന ഒരു കൂട്ടുണ്ട്. ഇവരെന്ത് ചെയ്യുന്നു? അവരെ പ്രസംഗം നന്നാവാൻ വേണ്ടി, അവരെക്കാൾ ഉഷാറിനാളാവാൻ വേണ്ടി ഇങ്ങനത്തെ എന്തെല്ലാം വിഷയത്തിനെ പറയുമ്പോൾ നമ്മളെപ്പോലെ എഴുതില്ലാത്ത ആൾക്ക് അത് അവർ പറഞ്ഞ് ശരിയില്ല. ഇങ്ങനെ കേരളത്തിൽ ഏറ്റവും ആൾക്കാർ ദേശീയ പാർട്ടിയിലേക്ക് പോകും. വളരെ പേടിക്കേണ്ട വിഷയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ സംസാരിക്കുന്നതിന് അന്നത്തെ വിഷയത്തിൽ കേട്ട ഈ പള്ളിയിൽ വന്നിട്ട് ബാങ്ക് കൊടുക്കാനും പള്ളിയുടെ സംബന്ധിച്ചു എനിക്കെല്ലാം കൊടുക്കുന്നത്. ഈ ബാങ്ക് എന്ന് പറഞ്ഞാൽ അതിൽ ആദരവാക്കപ്പെട്ട തങ്ങൾക്കുള്ള സഹാബത്തിൽപ്പെട്ട ചില ആളുകൾക്ക് ഒരു സ്വപ്നം കണ്ടു. ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾക്കാരെ ബാങ്കില്ല ഈ നിശ്ചയിക്കാനുള്ള സമയം ഞാൻ അറിയിക്കുന്നത് എന്നൊരു മീറ്റിംഗ് വരും. അപ്പോൾ ഒരാൾ കുട്ടികളല്ല അമ്പലത്തിൽ അടിക്കുന്ന പടവടിക്കുന്നു അങ്ങനത്തെ ഉണ്ടാക്കാം. ഒരു കുട്ടികൾ അത് വേണ്ട, ഞങ്ങൾ തീ കത്തിക്കാം, തീയുടെ പുക കാണുമ്പോൾ അവർക്ക് സ്വീകരിക്കാൻ അതും വേണ്ട. ഞാൻ പലരും മനസ്സിലാക്കണം. ഒന്നൊന്നിലൊക്കെ കപ്പകളുള്ള വിഷയമുണ്ട്. അതൊന്നും എഴുതിക്കൊണ്ടിരിക്കും. അങ്ങനെ കിടന്നു പറയും. ഉറങ്ങുമ്പോൾ ഒരാളുടെ സ്വപ്നം ചെയ്യുന്ന ഒരാൾ ഒരു തുടി ഉണ്ടാക്കുന്ന തരത്തിന്റെ കഷ്ണം ഒരാൾ പുറത്തോട് പോകണം. ആ പുറത്തോട് നോക്കി അടുത്ത് ചെയ്യുക. ഇത് വിൽക്കണം. എത്ര വയസ്സ് കൊണ്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ പുറത്തോട് പോകണം. അതുപോലെ നമുക്ക് നിസ്കാരമാകുന്നത് ആ നിസ്കരിക്കുന്ന അവസരത്തിൽ നിസ്കാരത്തിൽ കേൾക്കാൻ വേണ്ടി ബാങ്ക് കൊടുക്കുന്നതിന് സൗണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ അയാളെ സ്വപ്നത്തിൽ പറഞ്ഞു ഈരെക്കാട്ട് നല്ലതെന്ന് ഞാൻ പറഞ്ഞില്ല. ആയിക്കോട്ടെ. അപ്പൊ അയാൾ പഠിപ്പിച്ചു. നിസ്കാരത്തിന് സമയമായ ഉടനെ രണ്ട് കൈകൾ കാതിലേക്ക് വെച്ചിട്ട് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലണം. പാടുന്നത് ഇയാൾ സുബഹിക്ക് നിസ്കരിക്കാനായിട്ട് ഒരൊറ്റ ഭാഷ റസൂലുള്ളാഹിന്റെ നബിയുടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഇന്ന് എന്ന് പറയും ഇന്ന് എന്ന് പറയുന്നത് പോകുമ്പോൾ 13 ആൾക്കാരാണ് സ്വപ്നം കണ്ടിട്ടുണ്ട്. അപ്പൊ സ്വപ്നം കണ്ടെങ്കിൽ റസൂലുള്ള പറയുന്ന ആ റൂഹിയത്തു സ്വാലിഹ
ജുസുൻ മിൻ സിദ്ദത്തി വഅർബഈന ജുസഅൻ മിൻ നുബുവത്തി. നുബുവത്തിന്റെ 46 അംശങ്ങളുള്ള ഒരു അംശമാണ്. നുബുവത്ത് പോലെ തന്നെയാണ് ഇങ്ങനെയൊക്കെ. പിന്നെ ഒരു ആന വന്നിട്ട് ഒരു നെഹിനോ ഇപ്പം ചെയ്യാൻ പാടില്ല. ഈ ടി വി നോക്കിയിട്ട് ശരിയായ സ്വപ്നം അന്നാരാണ്. ശരിയായ സ്വപ്നം അള്ളാഹുവിന്റെ അടുത്തുള്ള വഴിയാണ്. നീ മുമ്പിനായിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനെ വിശ്വസിക്കുന്നു ആണ്. സ്വപ്നത്തെ പറ്റി അങ്ങനെ സ്വപ്ന നിങ്ങളെ കണ്ട സ്വപ്നത്തിൽ പറഞ്ഞിപ്പോ ബാബുള്ളത് എന്നും ചോദിക്കുന്നു. നിങ്ങൾ ബാങ്ക് പറയുന്നത് അത് ആറ്റേക്ക് വിഷയമാണ്. അങ്ങനെ ആ ബാങ്ക് ചറാക്കി ആ ബാങ്ക് കൊടുക്കാൻ ആ ബാങ്കിലുള്ള 2 ലഫ്ള്. ഒന്ന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ 2 ഹർഫുകൾ ഷഹാദത്തിന്റെ 24 ഹർഫുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ 24 മണിക്കൂറുകൾക്കുള്ള ഇടയിൽ അള്ളാഹുവിനെയും റസൂലുള്ളാഹിന്റെ പേരിന് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പറഞ്ഞോണ്ടേ ഉണ്ടാവും. അത് മനസ്സിലാക്കി കൂടെ നമുക്കിപ്പോൾ ബാംഗ്ലൂരിൽ നടക്കുന്നത് കൂടെ നടന്ന് കാമണിക്കൂർ കഴിഞ്ഞു. അപ്പൊ അവിടെ ആ സമയത്ത് ഓരോ സമയത്ത് പാമ്പുകൊണ്ടിരിക്കും. അങ്ങനെ 24 മണിക്കൂർ ഈ ഭൂമിയിലേക്ക് പാമ്പ് കൊടുക്കുന്ന ആ ഒരു ബാങ്കിനെ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ആ ബാങ്ക് ഈ പള്ളിയിൽ കൊടുക്കാൻ പാടില്ല എന്നുള്ള തീരുമാനം പോലീസ് സ്റ്റേഷനിൽ എൻ്റെ ഉപ്പ സ്റ്റേഷന്റെ കടക്കി അങ്ങനെ ഈ പള്ളിയിൽ ഇപ്പൊ നോക്കുമ്പോഴെന്തായി ഒരു മക്കളും ആരും ഒരു പക്ഷികളൊന്നും ഇല്ലാത്ത നാട്ടിലൊക്കെ മക്കളത്തേക്ക് വന്ന് മകനെ പിടിച്ചോണ്ട് വന്നിട്ട് വെള്ളമില്ല ആടെ ഉണർത്തി കിടാവിനെയും ഉമ്മാനെ എത്തിച്ച് ഇയാളെന്തായിരുന്നു പടച്ചവനെ ഞാനിതായിട്ട് കിടാവിനും എന്തിനു വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാക്കി കൊടുക്കണേ. എന്നിട്ട് ഇയാള് അടക്കി പോയി പോകുമ്പോൾ ഇത് അള്ളാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇവിടെ വിട്ടിട്ട് പോവാൻ? ഇബ്രാഹിം എന്ന് പറഞ്ഞ് അതെ അങ്ങനെ പോയിപ്പോയി. ഇന്ന് ലോകത്തിന്റെ എല്ലാ ഫ്രൂട്ടിനും ജാഗ്രതയും മക്കത്ത് ഏതൊക്കെ നാട്ടിൽ ആൾക്കാർ അഭിപ്രായത്തിൽ വരാം. അതുപോലെ അന്ന് 30 പേരുണ്ടായിരുന്നു. എൻ്റെ ഉപ്പ ഒരു കാര്യമാണ് ഞങ്ങൾ നീക്കറിയാം. അപ്പോൾ പള്ളിയായിട്ട് ഞങ്ങൾക്ക് മുദരീസിനെ വെച്ചിട്ട് വയറിൽ തന്നെ ചോറ് കൊടുത്ത് മുദരീസായിട്ട് കൊടുത്ത് കാവടിച്ചുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭാഗങ്ങൾ നിർത്തി. പിന്നെ ഈ അന്നത്തെ അയാളെ ഭാഗത്ത് കൊണ്ട് ഇവിടെ മദ്രസമായി. ഇപ്പൊ നമുക്ക് ജുമാണ് അൽഹംദുലില്ലാ. മക്കളെ മനസ്സിലായിരുന്നു പള്ളിയിൽ പോയിട്ട് ജുമാഴിന് കൂടണോ എന്ന് മനസ്സിലാക്കിയിട്ട് എനിക്ക് സുഖമായിട്ട് അങ്ങനെ കണ്ടത്. അപ്പൊ ഹക്കീമും അതേ ഉപ്പാന്റെ കുടുംബത്തിലെ കൊത്തുപോലെയായിട്ട് കൊത്തുപോ മതി. അത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ കൊത്തുപോകാനും ഈ പ്രവർത്തനം ചെയ്യാനുള്ള പിന്നെ ഈ സാധുവായത് അധികം മുന്നോട്ട് ഇല്ല. അങ്ങനെ എൻ്റെ മനസ്സിൽ പോകും. അതുകൊണ്ട് ഞാൻ മേടിച്ചാൽ നിങ്ങളെല്ലാവരും ഈ സാധുവായിട്ട് വേർക്കണം. അവിടെ രോഗം മാറിയിട്ട് കിട്ടണം. വേറെ വേണ്ടി എൻ്റെ അന്യമാരും ജ്യേഷ്ഠന്മാരും സ്വീകരിക്കുകയും നമ്മളെല്ലാവരെയും ഇതിൻ്റെ മണമായ സാധുക്കള നമ്മുടെ കുടുംബത്തിനുള്ളതിൽ എല്ലാവർക്കും മനസ്സിനെ പല രോഗങ്ങളാണ്
നമ്മൾക്ക് എന്ന് പറയുന്ന ആ കൂട്ടത്തിൽ നീ നന്നാക്കണേ പ്രശ്നം. നീ നന്നാക്കിയാൽ മാത്രമേ ലോകം നന്നാവും. അതുകൊണ്ട് പ്രശ്നം എന്നെ മണവായ അവരുടെ അഭിലാഷണങ്ങൾ വായിൽ പറയുന്ന വിഷയം നിനക്ക് വെട്ടപ്പെടുന്നതിന് മാത്രം പറയാനുള്ളത്. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله